രചന പ്രതീഷ്. എൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ മനഃപൂർവ്വമല്ല എന്ന് തോന്നും വിധം സ്പർശിക്കുന്നത് അയാളുടെ പതിവായിരുന്നു. എനിക്കതിൽ അതിയായ വിരോധമാണ് തോന്നിയിരുന്നു. 12 വയസ്സിലും പ്രായത്തിലധികം ശാരീരിക വളർച്ച എനിക്കുണ്ടായിരുന്നു. ആ പ്രായത്തിലും എൻ്റെ അനുവാദം കൂടാതെയുള്ള എന്നിലേക്കുള്ള കടന്നുകയറ്റത്തെ ഞാൻ വല്ലാതെ ഭയപ്പെട്ടു. എന്നെ ഒരു ഡോക്ടറാക്കണമെന്നായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം. എന്നാൽ പൈതഗോറസ്, രാമാനുജൻ, ആര്യഭടൻ തുടങ്ങിയവരുടെ മാത്സോ, റോബർട്ട് ഹുക്ക്, ലൂയിസ് പാസ്റ്റർ, ചാൾസ് ഡാർവിൻ എന്നിവരുടെ ബയോളജിയോ, റൂദർഫോർഡ്, മാഡം ക്യൂറി തുടങ്ങിയവരുടെ കെമിസ്ട്രിയോ, ഐസക് ന്യൂട്ടൺ, എഡിസൺ തുടങ്ങിയ ടീംസിന്റെ ഫിസിക്സ് കണ്ടെത്തലുകളോ സൂത്രവാക്യങ്ങളോ പഠിച്ചെടുക്കുന്നതിൽ ഞാൻ അമ്പയെ പരാജയമായിരുന്നു. എന്നാലും ഡോക്ടറാക്കാനുള്ള വീട്ടുകാരുടെ എളുപ്പവഴിയായിരുന്നു അയാളുടെ അടുത്തുള്ള ട്യൂഷൻ. എനിക്ക് അന്നും ഇന്നും താല്പര്യം ചരിത്രം പഠിക്കാൻ മാത്രമായിരുന്നു. ട്യൂഷൻ എടുക്കുമ്പോൾ എന്നും അയാൾ എന്നെ അയാളുടെ തൊട്ടടുത്ത് വലതുവശത്തായി തന്നെ ഇരുത്തുകയും കൂടെ ട്യൂഷൻ പഠിപ്പിക്കുന്ന മറ്റു കുട്ടികളുടെ ശ്രദ്ധ പഠിപ്പിലായെന്ന് തോന്നുന്ന നിമിഷം മുതൽ അയാളുടെ വലം കൈമേൽ അരിച്ചരിച്ച് എൻ്റെ വസ്ത്രങ്ങൾക്ക് മുകളിലൂടെ എൻ്റെ തുടയിൽ അമരാൻ തുടങ്ങും. അതോടെ എൻ്റെ ചിന്തയും മനസ്സും പഠിപ്പുമെല്ലാം എന്നിൽ നിന്ന് അകന്നുപോകും. അതിൽ പിന്നെ അയാളിൽ നിന്ന് എൻ്റെ ശരീരഭാഗങ്ങളെ രക്ഷപ്പെടുത്തുക എന്നത് മാത്രമാണ് അവിടെ നടക്കുന്ന എൻ്റെ പ്രധാന ദൗത്യം. ട്യൂഷൻ തുടങ്ങി കുറച്ച് നാൾക്കകം തന്നെ ഞാൻ ട്യൂഷനും കണക്കും സയൻസും കൂടെ അയാളെയും വെറുത്തു തുടങ്ങി. സംഭവിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും എനിക്ക് അയാളുടെ അടുത്തുള്ള ട്യൂഷൻ വേണമെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞു. അയാൾ ശരിയല്ല ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പഠിക്കാൻ മടിച്ച് ട്യൂഷൻ മാസ്റ്ററെ കുറ്റം പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് അവർ ചെയ്ത്. അവരാരും എൻ്റെ വാക്കുകൾ കേട്ടില്ല. എന്നാൽ ഈ കാര്യങ്ങൾ എന്നെ വീട്ടിലറിയിക്കണമെന്ന കാര്യത്തിൽ എനിക്കും അറിവില്ലായിരുന്നു. ഞാൻ എന്തു പറഞ്ഞാലും അറിയാതെ കൈതട്ടിയതാവാമെന്ന നിഗമനത്തിൽ അവരെളുപ്പത്തിൽ എത്തിച്ചേരുമെന്ന് എനിക്കും അറിയാമായിരുന്നു. മറ്റൊരു ദിവസം എൻ്റെ ചുരിദാറിനുള്ളിലൂടെ കൈയിട്ട് അയാൾ എൻ്റെ ദേഹത്ത് സ്പർശിച്ചതും ഇരിക്കുന്നിടത്തുനിന്ന് ഞാൻ ഞെട്ടി എഴുന്നേറ്റ് പോയി. അത് കണ്ട് മറ്റു കുട്ടികൾ എന്നെ നോക്കിയതും അയാൾ ഞൊടിയിടയിൽ കൈ പിൻവലിക്കുകയും പെട്ടെന്ന് തന്നെ എന്നെ പിടിച്ചിരുത്തുകയും ചെയ്തു. അന്ന് പിന്നെ വലുതായെന്ന് സംഭവിച്ചില്ലെങ്കിലും അന്ന് വീട്ടിലെത്തിയ ശേഷം പതിവിലും ശക്തമായി എനിക്കിനി ട്യൂഷൻ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ കൂടുതൽ വാശി പിടിച്ചു. അമ്മ അത് ശ്രദ്ധിച്ചതേയില്ല. പക്ഷെ എന്തോ അച്ഛൻ എന്നോട് കരുണ തോന്നി. ഇഷ്ടമില്ലെങ്കിൽ പോവണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ്റെ ആ വാക്കുകൾ നൽകിയ ആശ്വാസത്തിൽ കുറേ കാലത്തിന് ശേഷം അന്ന് ഞാൻ കുറച്ച് സമാധാനമായി ഉറങ്ങി. എന്നാൽ എനിക്ക് പഠിക്കാനുള്ള മടികൊണ്ടാണെന്നും എല്ലാവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് ലാളിച്ചവളെ വഷളാക്കേണ്ടതെന്നുള്ള അമ്മയുടെ ശക്തമായ വാക്കുകൾക്ക് മുമ്പിൽ അച്ഛൻ എനിക്ക് പിന്നെയും മറ്റേ ട്യൂഷൻ സെൻറ്റർ കണ്ടുപിടിച്ചു. അതറിഞ്ഞതോടെ എൻ്റെ ഭയം പിന്നെയും 10 മടങ്ങ് വർദ്ധിച്ചു. അച്ഛൻ എന്നെയും കൂട്ടി അവിടെ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് ട്യൂഷൻ എടുക്കുന്ന ഒരു സ്ത്രീയാണെന്ന്. അതോടെ അതുവരെ ഉണ്ടായിരുന്ന ഭയമെല്ലാം മറനീക്കിപ്പോയി. അവർ നല്ല സ്നേഹത്തോടെയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. എല്ലാം പറഞ്ഞിരിക്കുകയും കവിളിൽ തലോടുകയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന അവരെ എനിക്ക് വളരെ ഇഷ്ടമാവുകയും ചെയ്തു. ഒരു ദിവസം യാദൃശ്ചികമായി എൻ്റെ തുടയിലുരഞ്ഞ അവരുടെ കൈവിരലുകൾ പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. തുടർന്ന് ഞാൻ എൻ്റെ ഇടം കൈ കൊണ്ട് അവരുടെ കൈ ബലമായി പിടിച്ചു നിർത്തി. ഞാൻ അവരെ നോക്കിയതും അവരെന്നോട് വശ്യമായി ഒന്ന് പുഞ്ചിരിച്ചു. തുടർന്ന് അവരുടെ മുഖത്ത് ആ സമയം ആ പ്രവൃത്തി തുടരുന്നതിന് ആവശ്യമായൊരു ഭാവം പ്രത്യക്ഷപ്പെട്ടതും ഞാൻ അവരുടെ കൈ ബലമായി പിടിച്ചു മാറ്റിക്കൊണ്ട് അതേയിടത്ത് എൻ്റെ കൈ കൊണ്ട് ഞാൻ എൻ്റെ രഹസ്യഭാഗം ശക്തമായി പൊത്തിപ്പിടിച്ചു. ഈ സംഭവത്തോടെ പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിലുള്ളതെന്നും ഈ കാര്യത്തിൽ വലിയ ആൺപെൺ വ്യത്യാസമൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. മോള് പേടിക്കണ്ട, ആരും ഒന്നും അറിയില്ല, ടീച്ചർ ആൻറ്റി എല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് 1-2 തവണ അവരെന്നെ അവരുടെ താല്പര്യങ്ങൾക്ക് വിധേയപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഞാൻ വഴങ്ങിയില്ല. എന്തായാലും കുടുങ്ങിയത് ഞാനാണ്. അവരെക്കുറിച്ച് കൂടി പരാതി പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്ന് മാത്രമല്ല, എനിക്ക് പഠിക്കാനുള്ള മടിയാണെന്നുള്ള പൂർണ്ണ ബോധ്യം വീട്ടുകാർക്കും വരും. അതുകൊണ്ട് തന്നെ അവർ ട്യൂഷൻ എടുത്ത സകല വിഷയങ്ങളിലും മനഃപൂർവ്വം ഉത്തരമെഴുതാൻ തോറ്റുകൊണ്ടാണ് ഞാൻ അവർക്കെതിരെ പ്രതികരിച്ച്. അതോടെ എൻ്റെ കാര്യത്തിൽ ട്യൂഷൻ കൊണ്ട് രക്ഷയില്ലെന്ന് കണ്ട് വീട്ടുകാർ ഈ ട്യൂഷൻ അവസാനിപ്പിച്ചു. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. എനിക്ക് സ്വയം പഠിച്ച് ജയിക്കാനാവുമെന്ന് ഞാൻ തെളിയിച്ചു. ഡോക്ടറൊന്നും ആയില്ലെങ്കിലും നല്ലൊരു ഫാഷൻ ഡിസൈനറായി. എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എൻ്റെ മകളോട് ഞാൻ പറഞ്ഞു, നിന്റെ രഹസ്യഭാഗങ്ങളിൽ നിന്റെ അനുവാദം കൂടാതെ സ്പർശിക്കുന്നതിന് നിന്റെ ഈ അമ്മയും അച്ഛനും അടക്കം ആരെയും അനുവദിക്കരുതെന്ന്. നിന്റെ രഹസ്യഭാഗങ്ങളിൽ നിന്റെ അനുവാദമില്ലാതെ ആരെങ്കിലും സ്പർശിച്ചാൽ അത് നിന്റെ സ്വന്തം അച്ഛനായാൽ പോലും എന്നോട് പറയാനൊരു മടിയും കാണിക്കരുതെന്ന് ഞാൻ അവളെ ആവർത്തിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. കൂടെ ഞാൻ നേരിട്ട അനുഭവങ്ങൾ അവളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഒരു ദിവസം അവളുടെ സ്കൂളിലെ ഒരു ആൺകുട്ടി ഒരേ ദിവസം തുടർച്ചയായി 2 വട്ടം 2 ഇൻ്റർവെൽ സമയത്തായി ഒരു വട്ടം അവളുടെ മാറിൽ തട്ടുകയും ഒരു വട്ടം മാറിൽ അമർത്തുകയും ചെയ്തു. അനുവാദമില്ലാത്ത തന്നിലേക്കുള്ള കടന്നുകയറ്റം അവൾ മനസ്സിലാക്കുകയും അതവൾ എന്നോട് വന്ന് പറയുകയും ചെയ്തു. അത് കേട്ട് അപ്പോൾ തന്നെ അവളെ കൊണ്ടൊരു പരാതി എഴുതിച്ച് രാവിലെ തന്നെ ആ പരാതി പ്രിൻസിപ്പാളിനെ ഏൽപ്പിക്കാനും തുടർന്നൊരു 12 മണിയോടെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയാൻ അവളെ ചട്ടം കിട്ടി. പരാതിയേക്കാൾ ഞാനത് ചോദ്യം ചെയ്യാൻ വരുന്നുണ്ടെന്നറിഞ്ഞ പ്രിൻസിപ്പാൾ അതോടെ ഭയന്നു. ഉടനെ അയാൾ ആ പയ്യൻ്റെ അമ്മയെ വിളിച്ച് സംസാരിക്കുകയും എത്രയും പെട്ടെന്ന് സ്കൂളിലെത്തണമെന്ന് പറയുകയും ചെയ്തു. അവർ പെട്ടെന്ന് തന്നെ സ്കൂളിലെത്തുകയും ചെയ്തു. ഞാൻ 12 മണിവരെ സമയം നീട്ടിപ്പറഞ്ഞു തന്നെ അന്ന് ആ സമയം അവരിൽ നിന്ന് എൻ്റെ മോൾ അനുഭവിച്ച മാനസിക സംഘർഷത്തിൻ്റെ ഒരംശമെങ്കിലും അവരിൽ നിന്ന് നിറക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ ചെന്നത് ആ പയ്യൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് അവന് വേണ്ടി എന്നോട് സോറി പറഞ്ഞു. അവരോട് ഞാൻ പറഞ്ഞു, ഈ പ്രായത്തിൽ ഞാനും നിങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്ന ഒരവസ്ഥയാണിത്.
അതിൻ്റെ പ്രയാസങ്ങൾ എത്രമാത്രം വിഷമകരമാണെന്ന് നമുക്കറിയുകയും ചെയ്യാം. എൻ്റെ മകളോട് ഞാനതെല്ലാം വ്യക്തമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അവൾ ഇതെന്നോട് പറയാൻ ധൈര്യം കാണിച്ചത്. അതുപോലെ നിങ്ങളുടെ മകൻ ചെയ്യുന്ന പ്രവൃത്തി എത്രമാത്രം ഹീനകരമാണെന്ന് അവന് ബോധ്യപ്പെടണമെങ്കിൽ ഈ പ്രവൃത്തികൾ കൊണ്ടൊരു പെൺകുട്ടിക്ക് എത്രമാത്രം മാനസിക വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അവന് ബോധ്യപ്പെടുത്തണം. അതിന് അവൻ ചെയ്ത തെറ്റിൻ്റെ പേരിലും നിങ്ങളുടെ കൂടി അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും നിങ്ങൾ നിങ്ങളുടെ മകനെ പറഞ്ഞ് മനസ്സിലാക്കുന്നിടത്തോളം വരില്ല മറ്റൊന്നും. സ്വന്തം മകനോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും പിതാവിനോടാണെങ്കിലും തെറ്റ് ചെയ്യുന്നതാണ്ട ശക്തമായി തന്നെ തിരുത്താൻ ആവശ്യപ്പെടുക ഏതൊരു അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും കടമയാണത്. ഞാൻ എൻ്റെ മകൾക്ക് നൽകിയിരിക്കുന്ന ധൈര്യം ഞാനെന്ന അമ്മയുള്ള കാലത്തോളം അവളുടെ ഏതു പ്രശ്നങ്ങളെ അവൾ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരില്ല എന്നതാണ്. അതുപോലെ ഇനി രണ്ടാമത്തെ അവസരം ഞാൻ നിങ്ങളുടെ മകൻ നൽകുന്നതല്ല. നിങ്ങളുടെ പിഴവുകൾ നിങ്ങൾ തന്നെ കണ്ടെത്തുക. അത് പറഞ്ഞ് ഞാൻ അവരെ വിട്ട് ഇറങ്ങി നടന്നു. ഇലക്കും മുള്ളിനും കേടില്ലാതെ കൈകാര്യം ചെയ്യേണ്ട വിഷയമായതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല. എന്നാൽ എൻ്റെ മോളോട് എന്ത് ചെയ്താലും അതിനടുത്ത സമയം തന്നെ അവൾ പറഞ്ഞ് ഞാനത് അറിയുമെന്ന് അവരോട് പറയാതെ പറഞ്ഞു. നാളെ നിങ്ങളുടെ മക്കൾക്ക് മുമ്പിൽ അച്ഛനായി അമ്മയായി തലയുയർത്തി നിൽക്കാൻ തീർത്തും നിങ്ങൾ യോഗ്യരാണെന്ന് ബോധ്യപ്പെടുത്താൻ, മക്കളെ അവരാഗ്രഹിക്കുന്ന സമയത്ത് അവരുടെ രക്ഷയ്ക്കെത്താൻ, അവർക്ക് എന്തും നിങ്ങളോട് തുറന്നു പറയാനാവും വിധം അവരെ സജ്ജമാക്കുക.